ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശുവേ, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കണം ദൈവമായി കർത്താവ് ഈ അടിയന് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് നമുക്കൊരുക്കി തന്നിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, 2020 ആണ്ടിൻ്റെ അവസാന പീരീഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ. പ്രിയരെ, ഹല്ലേലൂയ. 2020 ആണ്ടിൻ്റെ, അതായത് ജനുവരി മാസം മുതൽ ഇപ്പോൾ വരെയിലും നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കുവാൻ വകയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ എല്ലാം അത് കർത്താവിന് വേണ്ടി തന്നെ നാം ചെലവഴിക്കണം. പ്രാർത്ഥിക്കുവാനും പാടുവാനും പ്രസംഗിക്കുവാനും ഒക്കെയായി ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നമുക്ക് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു പാട്ടുപാടി നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവെ, പ്രത്യേകാലീ സമയം അപ്പാ ഈ വൈകിയ വേളയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പാ അനേകർക്ക് ഇന്നത്തെ വചനം ഒരു അനുഗ്രഹമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക സന്തോഷം, ഒരു ദൈവിക നന്മ അനുഭവിപ്പാൻ തക്കൊണ്ട് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തേനും ഒടുക്കത്തിനുമായ സർവ്വ വല്ലഭനായി കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ദൈവമേ എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമേ. അപ്പോൾ വചനം സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. വചനം സംസാരിക്കുവാൻ അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത കൃപയും കരുണയും അടിയൻ്റെ മേൽ കർത്താവെ നൽകുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടി നമുക്ക് അങ്ങനെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വചന ധ്യാനത്തിലേക്ക് കിടക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അസാധ്യമായതൊന്നും നിൻ കാണുന്നില്ല, അധികാരത്തിൽ നിന്നെ പോലാരുമില്ല. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ല, അധികാരത്തിൽ നിന്നെ പോലാരുമില്ല. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ, നീ പറഞ്ഞ മാറാത്തതെന്തുള്ളു? യേശുവേ, നീ പറഞ്ഞ മാറാത്തതെന്തുള്ളു? ഒരു വാക്ക് മതിയേ, എനിക്കതു മതിയേ. ഒരു വാക്ക് മതിയേ, എനിക്കത് മതിയേ. ഒരു വാക്ക് മതിയേ, എനിക്കത് മതിയേ. ഒരു വാക്ക് മതിയേ, എനിക്കത് മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെപ്പോൾ ശ്രേഷ്ഠൻ വേറാരുമില്ലേ.
എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ല. യേശുവിനെപ്പോൾ ശ്രേഷ്ഠൻ വേറാരുമില്ല. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ള, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ള. ഒരു വാക്കു മതിയേ, എനിക്കതു മതിയേ. 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 എൻ്റെ പുരയ്ക്കകത്തു വരാൻ പോരാത്തവനാണേ, എൻ്റെ കൂടം നിരപ്പാനും ഞാൻ പോരാത്തവനാണേ. എൻ്റെ പുരയ്ക്കകത്തു വരാൻ പോരാത്തവനാണേ, എൻ്റെ കൂടം നിരപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, കർത്താവിൻ്റെ ഒരു വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതം മാറുവാൻ. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ ഒരു വാക്ക് മതി പ്രിയരെ, നമ്മുടെ കഷ്ടങ്ങൾ മാറുവാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറുവാൻ, നമുക്ക് വരുന്ന നിന്ദകൾ, അപമാനങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ സകലതിനും ഒരു മാറ്റം വരുത്തുവാൻ കർത്താവിൻ്റെ ഒരു വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും പല സന്ദർഭങ്ങൾ പ്രിയരെ, നാം അനാഥരായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കാരുമില്ല, നമുക്കാരും സഹായമില്ലെന്ന് ചിന്തിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ ഹല്ലേലൂയ പ്രിയരെ, നമ്മുടെ അരുമനാഥൻ്റെ ഹല്ലേലൂയ ഒരു വാക്ക് മതി. ആ വാക്കിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രതികൂലങ്ങളിൽ വിടുവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങളിൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஹல்லேலூயா. கர்த்தருடைய வருகை சமீபமாய் நிற்கிறது. கர்த்தருடைய பிள்ளைங்களே, 2020ஆம் ஆண்டு முடிய போகிறது. கடைசி நிமிடத்திற்குள் நாம் வந்து விட்டிருக்கிறது. கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா. நம்முடைய வாழ்க்கை எப்படி தான் இருக்கிறது என்பதை இந்த நாளில் நாம் சற்று யோசித்து பாருங்கள். அவருடைய வருகைக்காக நாம் ஆயத்தமாய் இருப்போமா? ஹல்லேலூயா, பிரைஸ் தி லார்ட். கர்த்தருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் இன்று ஹல்லேலூயா வந்துவிட்டால், கர்த்தருடைய பிள்ளைங்களே, நீங்கள் அவரோடு கூட, அவர் நமக்காக ஒரு இடத்தை ஆயத்தம் பண்ணி கொண்டு இருக்கிறார். அந்த இடத்துக்குள் நீ கடந்து செல்ல முடியுமா? அன்பான சகோதரனே, சகோதரியே, ஆண்டவராக இயேசு சீக்கிரமாக வரப்போகிறார். ஹல்லேலூயா, பிரைஸ் தி லார்ட். அவருடைய வருகை வந்துவிட்டது. கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா, அவருடைய சமூகத்தில் உங்களை அர்ப்பணிக்க முடியுமா? ஹல்லேலூயா. தேவன் வன் காரியங்களை செய்ய வல்லவராய் இருக்கிறார். 2-3 பேர் எங்கிருந்தாலும் அவங்க மத்தியே நான் வாசம் பண்ணுவேன் என்று சொன்ன தேவன் அவர். ஹல்லேலூயா, அவர் சொன்னால் ஆகும். ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രതികൂലങ്ങളിൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു വലിയ വിഷയമായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഇന്ന് ഞാൻ സമയങ്ങളെ വേർതിരിക്കുന്നത്. ദൈവമക്കളെ, 2020ആം ആണ്ടിൻ്റെ ആരംഭം മുതൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഒന്ന് കണ്ണോടിച്ച് നമുക്ക് നോക്കാം. ഹല്ലേലൂയ, ഒന്ന് തിരിഞ്ഞു നോക്കാം പ്രിയരെ. ഹല്ലേലൂയ, നമ്മുടെ സമശിഷ്ടങ്ങൾ എത്രയോ അനേകായിരങ്ങൾ പ്രൈസ് ദി ലോർഡ് നമ്മെ പോലെ ജീവിക്കാം എന്ന് ആഗ്രഹിച്ചവർ, മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഹല്ലേലൂയ, ദൈവമക്കളെ, ആയിരങ്ങൾ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മെ കൺമണി പോലെ പാതുകാത്ത് നമ്മളെ കാത്ത് സൂക്ഷിച്ച് നമ്മെ സംരക്ഷിച്ച് ഇന്നത്തെ ദിവസം കൂടെ നമ്മളെ ജീവനുള്ള ദേഹികളാക്കി മാറ്റി തീർത്ത ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാമല്ലേ?
ദൈവമക്കളെ, നമ്മുടെ ആരുടെയും പുണ്യപ്രവർത്തികളോ നമ്മുടെ ആരുടെയും നല്ല പ്രവൃത്തികളോ ഒന്നും കണ്ടുകൊണ്ടല്ല ദൈവം നമ്മെ വഴി നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം, മറന്നു പോകരുത്. ദൈവമക്കളെ, കർത്താവിൻ്റെ ദയവാണ്. കാൽവരുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിങ്ങളെയും എന്നെയും ഹല്ലേലൂയ ജീവനോടെ കർത്താവ് ആക്കി തീർത്തിരിക്കുന്നത് കർത്താവിൻ്റെ ദയവാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്കൊന്നും പറയുവാനില്ല. ആകയാൽ ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹല്ലേലൂയ ജനുവരി മാസത്തിൽ ആരംഭം ഉണ്ടായിരുന്നവർ എത്രയോ പേർ മരണപ്പെട്ടു പോയില്ലേ? ഇന്നേക്ക് നമ്മളോടൊപ്പം ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ അനേകായിരങ്ങൾ ഹോസ്പിറ്റലിലും മറ്റുമായി അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഐസൊലേഷൻ വാർഡിലും മറ്റുമായി വീടുകളിൽ അഭയം പ്രാപിക്കാൻ വിശ്രമിക്കുന്നവർ. ഹല്ലേലൂയ ദൈവമക്കളെ, എൻ്റെ റിസൾട്ട് എന്താകും, എനിക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് ഓരോ നിമിഷവും ഹല്ലേലൂയ മരണത്തെ കണ്ടുകൊണ്ട് ഓരോ നിമിഷവും ജീവിതത്തിൽ ഹല്ലേലൂയ സന്തോഷമില്ലാത്ത അവസ്ഥയിൽ, നിമ്മതിയില്ലാത്തൊരവസ്ഥയിൽ ആയിത്തീർന്നിരിക്കുന്ന എത്രയോ സഹോദരങ്ങളെ കാണുവാൻ കഴിയും. ദൈവമക്കളെ, ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ആ ദൈവത്തിന് നന്ദി പറയുവാൻ ആരും മറന്നു പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, 2004 ഹല്ലേലൂയ ഒരു രാക്ഷസ അല ക്രിസ്മസ് പീരീഡിലാണ് വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദൈവമക്കളെ? അങ്ങനെ ഓരോ വർഷങ്ങളെയും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അനേകം നമുക്ക് എണ്ണിയാ തീരാത്തവണ്ണം അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് മുൻപിൽ കടന്നു പോയി. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങളെയും എന്നെയും ദൈവം കാത്തു സൂക്ഷിച്ചില്ലേ? നമ്മളെ ദൈവം ഭദ്രമായി സൂക്ഷിച്ചില്ലേ? ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ ദയവാണത്, കർത്താവിൻ്റെ സ്നേഹമാണത്. ഹല്ലേലൂയ ദൈവമക്കളെ, ഇന്ന് നമ്മളെ ജീവനോടെ നിർത്തിയിരിക്കുന്നത് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ വർണ്ണിക്കുവാൻ അനേക കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഓരോ നിമിഷങ്ങളും ദൈവം നമ്മെ പോറ്റി പുലർത്തി. ഹല്ലേലൂയ. ഫൈനാൻഷ്യലി എത്ര കഷ്ടങ്ങൾ വന്നിരുന്നു, എത്ര നിന്ദകൾ, എത്ര അപമാനങ്ങൾ, എത്ര പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങളെയും എന്നെയും കർത്താവ് ഹല്ലേലൂയ തല നിമിർന്ന് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അനേകരുടെ ജീവിതം തകർന്നു പോയത് നമ്മൾ കണ്ണുമുന്നാലെ കണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഇന്നും ഹല്ലേലൂയ മനുഷ്യരുടെ മധ്യത്തിൽ നമ്മളെ തല നിമിർന്ന് തന്നെ നിൽക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ ഒരു വേദഭാഗം വായിച്ചു കൊള്ളട്ടെ. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ ഹല്ലേലൂയ 1-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 11-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. ഇങ്ങനെയാണ്: അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവമക്കളെ, ഇവിടെ വായിച്ചതായി വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സുപരിചിതമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം എഫ്രൈം മലനാട്ടിൽ പ്രൈസ് ദി ലോർഡ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരാണ്. പെനീനയും ഇവിടെ ഹന്നയുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവമക്കളെ, ഇവിടെ ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ സന്താനമില്ലാതെ ആയിരിക്കുന്നു. എന്നാൽ പെനീനയെ സംബന്ധിച്ച് പറയുമ്പോൾ അവൾക്ക് സന്താന പുഷ്ടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾക്കറിയാം കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ എത്ര വിഷമസന്ധികളാണ്, മറ്റുള്ളവരിൽ നിന്നുള്ള വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, അത് സഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. ദൈവമക്കളെ, ഹന്നയെ ഈ പെനീന വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വളരെയേറെ നിന്ദിക്കുകയാണ്, വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. എന്നാൽ ഇവൾ അതൊന്നും കണക്കിലെടുക്കാതെ ഹല്ലേലൂയ ഈ പെനീനയോട് യാതൊരു വിധത്തിലൊരു വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഇവൾ ചെയ്യുന്ന യാതൊരു കാര്യത്തിനും അവൾ മറുപടി പറയാതെ അവൾ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെനീന ഹന്ന എന്താണ് ചെയ്തത് ദൈവമക്കളെ? അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ ഹന്നയ്ക്കുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഹന്ന എന്താണ് ചെയ്യുന്നത്? വർഷം തോറും ഹല്ലേലൂയ ശീലോവിലേക്ക് കടന്നു പോകും. അവിടെ ആണ്ടുതോറും കടന്നു പോയി ആലയത്തിൽ പോയി അവൾ നിന്ന് പ്രാർത്ഥിക്കും. അവൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാണ് ശീലോവിലേക്ക് കടന്നു പോകുന്നത്. ദൈവമക്കളെ, അവിടെ അന്നത്തെ പുരോഹിതനായിരിക്കുന്ന ഏലിയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഏലി പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു
സംഭവിച്ചോ, ഇവളെന്താ ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവൾക്ക് എന്താ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നോക്കണമേ ദൈവമക്കളെ, അപ്പോഴും അവൾ തൻ്റെ വേദന അവൾ ദൈവത്തോട് മാത്രമാണ് അവൾ ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ ചില നേരങ്ങളിൽ അവൾ ഈ തൻ്റെ സഹത്തോഴിയുടെ അല്ലെങ്കിൽ ഈ പെനീനയുടെ നിന്ന വാക്കുകൾ കേൾക്കാൻ സഹിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവൾ കരയുമ്പോൾ എൽക്കാന ഒരു പ്രാവശ്യം വന്ന് ഈ ഹന്നയോട് പറയുക, ഹന്നേ നിനക്ക് ഞാനില്ലയോ, ഹന്നേ നീ എന്തിനാ കരയുന്നേ, നിനക്ക് ഞാനില്ലയോ ഹന്നേ എന്ന് ചോദിക്കുവാനിട്ടിടയായി തീർന്നു. ദൈവമക്കളെ ഹല്ലേലൂയ, ആരൊക്കെ ആശ്വസിപ്പിച്ചാലും ദൈവമക്കളെ ഒരു സന്താന പുഷ്ടി ഇല്ല എന്ന് പറയുമ്പോൾ, തലമുറയില്ല എന്ന് പറയുമ്പോൾ അവളുടെ വേദന ഹല്ലേലൂയ അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. അവളുടെ ഹൃദയം ദൈവത്തിന് മാത്രമേ അളക്കുവാൻ കഴിയുള്ളൂ. ലോക മനുഷ്യർ പലപ്പോഴും നിന്ദിക്കുന്ന ഒരവസ്ഥയാണ്. ലോക മനുഷ്യർ എന്തിനേറെ പറയണം, കൂടെ പിറന്നവർ പോലും, ഒരു വീട്ടിലായിരിക്കുന്ന ഒരു ഭവനത്തിലായിരിക്കുന്നവർ പോലും വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് ദൈവമക്കളെ ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ നമുക്ക് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൾ ഏലിയോട് പറഞ്ഞു, അവളുടെ ദുഃഖമൊക്കെ ഏലിയോട് പറഞ്ഞു. ഏലിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഏലി വിചാരിച്ചത് ഇവൾ പൊട്ടിയാണ് അല്ലെങ്കിൽ ഇവളൊരു ഭ്രാന്തിയാണ്, ചുമ്മാതെ കരയുന്നു എന്നാണ്. എന്നാൽ ഏലിയോട് അവളുടെ ദുഃഖം അവൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവമക്കളെ പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഈ ഹന്നയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോൾ ഹന്ന ദൈവത്തിലുള്ള ഹന്നയുടെ ശക്തമായ വിശ്വാസത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ പ്രൈസ് ഹന്നയ്ക്ക് ഹല്ലേലൂയ ശക്തമായ ദൈവത്തിലൊരു വിശ്വാസമുണ്ടായിരുന്നു. ഈ ദൈവം എനിക്ക് തന്നാലും തന്നില്ലെങ്കിലും അതേപ്പറ്റി കവലയില്ല, വിഷമമില്ല. എങ്കിലും എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ആലയത്തിന് തന്നെ കൊടുക്കുമെന്നുള്ള ഒരു നല്ല നേർച്ചയാണ് ഹന്ന കഴിച്ചിരുന്നത്. ദൈവ മക്കളെ ഓർത്തുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങൾ ഹന്നയെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഒരു നല്ല തീരുമാനമെടുത്ത നല്ല നേർച്ച കഴിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം, ഹന്നയുടെ കണ്ണുനീരെ കണ്ട ദൈവം ഹല്ലേലൂയ ഈ വൈകിയ വേളയിൽ നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ നിന്ദയെ മാറ്റുവാൻ ഹല്ലേലൂയ ദൈവം സർവശക്തനാണ്. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവമക്കളെ, ആഴമായ ദൈവസ്നേഹത്തിൽ നിന്ന് ആഴമായ വിശ്വാസം ഉടലെടുക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് ദൈവമക്കളെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം 1 പത്രോസ് ഹല്ലേലൂയ 2:6 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായുള്ള ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറുപടിക്ക് വേണ്ടി നീ കാത്തിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ ദൈവം നിന്നെ ഹല്ലേലൂയ നിനക്ക് ഒരുപക്ഷെ നീ പ്രാർത്ഥിച്ച് അടുത്ത നിമിഷം നിനക്ക് മറുപടി കിട്ടിയില്ല എങ്കിൽ നീ അധൈര്യപ്പെട്ടു പോകരുത്, നീ കാത്തിരിക്കണം. അതാണ് പറയാൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം കർത്താവ് വെയിറ്റ് ചെയ്യുന്നത് നിന്നെ ഇരട്ടി അനുഗ്രഹങ്ങളെ കൊടുത്ത നിന്നെ വർദ്ധിപ്പിക്കുവാനും നിന്നെ സഹായിക്കുവാനുമാണ്. അത് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, അത് മാത്രമല്ല, ദൈവത്തെ ഹല്ലേലൂയ ഒരു നാളും നീ സംശയിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ നീ സംശയിച്ചാൽ ഒരു പക്ഷേ നിനക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ പോലും നിന്നു പോകും. അത് നീ മറന്നു പോകരുത്. ആകയാൽ കർത്താവ്, നമ്മുടെ ശ്രേഷ്ഠ പിതാവ് നമുക്കത് തരുമെന്ന് തന്നെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹന്നയെ പോലെ ഹല്ലേലൂയ ഉറച്ച് വിശ്വസിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ആകയാൽ ഹന്നയുടെ ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസമാണ്, ആഴമേറിയ വിശ്വാസമാണ് നാം ചിന്തിക്കുന്നത്. ദൈവമക്കളെ, നമുക്കറിയാം അബ്രഹാമിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അബ്രഹാമിന് ഹല്ലേലൂയ 75 വയസ്സിൽ അബ്രഹാമിനെ ദൈവം സന്ദർശിച്ചു. എന്നാൽ ഒരു തലമുറ അബ്രഹാമിന് ഇല്ലായിരുന്നു. ദൈവ മക്കളെ നോക്കണമേ, അബ്രഹാം അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിനെ കാണുന്നത് 100ാമത്തെ വയസ്സിലാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നീ ആകാശത്തേക്ക് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്കൊന്ന് എണ്ണാമോ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്കൊന്ന് എണ്ണാമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അത്രയും സന്താനങ്ങളെ നിനക്ക് ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രയും സന്താനങ്ങളെ നിനക്ക് ഞാൻ തരുമെന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. എന്നാൽ ഒരു വാഗ്ദത്ത സന്തതിയെ കണ്ടെത്തുവാൻ ഹല്ലേലൂയ അവർക്ക് ലഭിക്കേണ്ടതിന് 25 വർഷം കൂടെ അവർ കാത്തിരിക്കേണ്ടി വന്നു ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവമക്കളെ, അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവ പൈതലെ, മരിച്ച ലാസർ, ഹല്ലേലൂയ, നമുക്കറിയാം അഴുകിപ്പോയ ശരീരം, ഹല്ലേലൂയ, മരിച്ച ലാസറിന്റെ ശരീരം 4-ാം യാമത്തിൽ കർത്താവ് അവിടെ കടന്നു വരുമ്പോൾ അത് എങ്ങനെ ഉണ്ടാകും? 4 ദിവസമായി മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് അഴുകിപ്പോയ ശരീരത്തിന് ജീവൻ കൊടുക്കുവാൻ സർവശക്തൻ വരുന്നത് 4-ാം യാമത്തിലാണ്. ദൈവ മക്കളെ, ഹല്ലേലൂയ, അവിടെ കർത്താവ് കടന്നു വരുമ്പോൾ തന്നെ മരിച്ചവനിൽ ജീവൻ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസമില്ലാത്ത ജീവിതം ചത്തതിന് തുല്യമാണ്. ദൈവ മക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 34-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? അവങ്കിലേക്ക് നോക്കിയർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ച് പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ച് പോയിട്ടില്ല. ആകയാൽ ഹന്നയുടെ ജീവിതത്തിലെ ശക്തമായ വിശ്വാസം, ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മിലും ഉണ്ടാകണമേ എന്ന ഈ സന്ധ്യവേളയിൽ, ഈ വൈകിയവേളയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഹന്നയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഹന്ന മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കരയുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരയുന്ന ഒരു ഹൃദയം വേണം. എത്ര പേർക്ക് കരയുവാനുള്ള മനസ്സുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കരയുവാൻ കഴിയുന്നു? പ്രാർത്ഥിച്ചാൽ കണ്ണ് കുളമാകണം. തമിഴ് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, കൺകൾ കുളമാക വേണ്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയുന്നില്ല എങ്കിൽ, നീ പിന്നെ എന്തോത്തിന് സുവിശേഷമാ പറയുന്നേ? എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനു വേണ്ടിയാ പറയുന്നേ? ഹല്ലേലൂയ, ദൈവ പൈതലേ, ഹൃദയ നുറുക്കത്തോടുകൂടി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നിനക്കായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ നിനക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ കരയുവാനുള്ള ഒരു ഹൃദയം വേണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ വരണം, അതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 126-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യെശയ്യാ പ്രവചനം 38-ന്റെ 1 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നോക്കണമേ ദൈവമക്കളെ, ഇവിടെ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ഈ ഹിസ്കിയാവിന് ഉണ്ടായ അരുളപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, തനിക്ക് ഹല്ലേലൂയ ഒരു മരിക്കത്തക്ക രോഗം പിടിപെട്ടു. ദൈവമക്കളെ, നോക്കണമേ, തനിക്ക് മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. എന്നാൽ ഹല്ലേലൂയ പ്രിയരെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യെശയ്യാ പ്രവാചകൻ പറയുക, നീ മരിച്ചു പോകും നിശ്ചയമാ. നീ എന്താണ് ചെയ്യേണ്ടുന്നത്? നിനക്ക് രോഗസൗഖ്യം വേണമെങ്കിൽ നിന്റെ ഗൃഹകാര്യം നീ ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കടന്നകാല ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തുണ്ട് എങ്കിൽ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മിലുണ്ടെങ്കിൽ, ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്നെ തന്നെ നീ ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ തന്നെ നീ ശോധന ചെയ്യണം. നീ ശോധന ചെയ്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഹല്ലേലൂയ നീ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് ഈ സന്ധ്യവേളയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടെ ഈ കാര്യത്തെ ഹിസ്കിയാവിനോട് പറയുമ്പോൾ ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, ഹിസ്കിയാവ് ചെയ്തത്, അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട്
ഏകാഗ്രതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്നാണ് പറഞ്ഞത്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇവിടെ ഹിസ്കിയാവ് പറയുക ഓർക്കണമേ എന്ന്. ദൈവമേ എന്നെ ഓർക്കണമേ എന്ന്. എന്താണ് ഹിസ്കിയാവ് അങ്ങനെ ദൈവത്തോട് പറയുവാനായിട്ടുള്ള കാര്യം? എന്താണ് ഹിസ്കിയാവ് അത്രമാത്രം എന്താണ് ചെയ്തിരിക്കുന്നത്? ദൈവത്തോട് പറയുക, നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെ? കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പറയും. എന്നാൽ ഹിസ്കിയാവ് പറഞ്ഞത് നേരെ തിരിച്ചാ. ഹല്ലേലൂയ, ദൈവത്തോട് വ്യത്യസ്തമായ ഒരു നിലപാടിലുള്ള ഒരു പ്രാർത്ഥനയാണ് കഴിച്ചത്. ദൈവമക്കളെ നോക്കണമേ, ഇവിടെ ഹിസ്കിയാവ് പറയാ യഹോവേ ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ദൈവമക്കളെ ഓർക്കണമേ എന്ന് പറഞ്ഞതിന് കാരണം എന്താ? ഈ ഹിസ്കിയാവ് ആരായിരുന്നു? നമുക്ക് അല്പം ആഴമായി ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യഹൂദയുടെ 13ാമത്തെ രാജാവായിരുന്നു ഈ ഹിസ്കിയാവ്. ഹല്ലേലൂയ. മരിക്കത്തക്ക രോഗമാണ് തനിക്ക് പിടിച്ചത് എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? നമുക്ക് ചിന്തിക്കാം. തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം തീയതി തൻ്റെ പിതാവിൻ്റെ കാലം മുതൽ അടച്ചിട്ടിരുന്ന ദേവാലയം ഹല്ലേലൂയ തുറന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കുകയും ആലയം ശുദ്ധീകരിക്കുവാനുള്ള ഏർപ്പാടുകൾ നടപടികൾ ചെയ്യുകയും ഹല്ലേലൂയ അതുപോലെ തന്നെ നിന്നുപോയ ആരാധനകളെ താൻ തുടരുവാനുമായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് താൻ ദൈവത്തോട് പറയുന്നത്, യഹോവേ ഓർക്കണമേ എന്ന്. ഹല്ലേലൂയ. അടഞ്ഞുകിടന്ന ആരാധനാലയത്തെ അതിനെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ അതിന്റെ പണികൾ 16 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് ദൈവമക്കളെ ഹല്ലേലൂയ ഹിസ്കിയാവ് ഹല്ലേലൂയ താൻ സ്വസ്ഥാനത്തായി താൻ ദൈവത്തോട് ചോദിക്കുക, ഇപ്പോൾ എന്നെ ഓർക്കണമേ പിതാവേ എന്ന്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യവേളയിൽ ദൈവമക്കളെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. എത്ര പേർക്ക് ദൈവത്തോട് പറയുവാൻ കഴിയും, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കടന്നകാല ജീവിതത്തിൽ ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായി പറയുവാൻ കഴിയും, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇത്രമാത്രം വലിയൊരു കാര്യത്തെയാണ് ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിന്റെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. യഹോവയായി ദൈവം അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, മരിക്കാൻ കിടന്ന ഹിസ്കിയാവിന്റെ ചരിത്രമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രോഗസൗഖ്യം സ്വർഗത്തിലെ ദൈവം നൽകുക. 15 സംവത്സരം കൂടെ ഈ ഹിസ്കിയാവിന് ദൈവം നീട്ടിക്കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, ഈ ഹിസ്കിയാവിന് 15 സംവത്സരം കൂടെ ദൈവം നീട്ടിക്കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇങ്ങനെയാ. നാം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവമക്കളെ നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വൻ കാര്യങ്ങളാണ്, അതിശയமான കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നാം ചോദിക്കുന്ന അല്പമായിരിക്കും, ദൈവം നമുക്ക് തരാൻ പോകുന്നത് വലിയ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ഏറ്റെടുക്കുന്ന ദൈവമക്കളെ, അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇരട്ടി അനുഗ്രഹങ്ങളാ. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നവർ ഒരാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വേണ്ടേ പ്രിയരെ? കർത്താവ് നമുക്ക് വേണ്ടി ഇരട്ടി അനുഗ്രഹങ്ങളെ നൽകാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ ഹിസ്കിയാവിന് 15 ആണ്ട് കൂടെ 15 സംവത്സരം യഹോവയായി ദൈവം നീട്ടിക്കൊടുക്കുന്നു. നമുക്ക് പിന്നെയും അറിയാം, ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ നെഹമ്യാവിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. നെഹമ്യാവ് യെരൂശലേമെ നോക്കി നെഹമ്യാവ് കരയുന്നത് നമുക്കറിയാം. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം, ഇടിഞ്ഞു പോയ അവസ്ഥകളെ, തകർന്നു പോയ യെരൂശലേമിന്റെ അവസ്ഥകളെ കണ്ട് നെഹമ്യാവ് കരയുന്നു, പൊട്ടിക്കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യെരൂശലേം പട്ടണത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന്റെ അവസ്ഥകളെ കണ്ട് നെഹമ്യാവ് ഇവിടെ കരയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പ്രാർത്ഥന. ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം, ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ പ്രിയരെ, 3 നേരവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. ദാനിയേൽ എന്താ പ്രാർത്ഥിച്ചത്? കുടുംബ
കുടുംബത്തിന് വേണ്ടിയാണോ? തൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ? ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചത് യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി 3 നേരവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. എത്ര പേർക്ക് അങ്ങനെ ഉണരുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശനിവാസികളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് കൊറോണ വന്ന് എത്രയോ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആ ജനങ്ങൾക്ക് വേണ്ടി, ആ ദേശങ്ങൾക്ക് വേണ്ടി, ദേശങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് കരയുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണീരോട് പ്രാർത്ഥിക്കുവാനാണ് ദൈവം പറയുന്നത്. നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഹൃദയ നുറുക്കത്തോടെ, കരച്ചിലോടെ, ഹല്ലേലൂയ, വിലാപത്തോടെ, ഹല്ലേലൂയ, ദൈവമക്കളെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ നമുക്ക് കരയുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരർത്ഥവുമില്ല പ്രിയരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്കറിയാം, ബെർശബ മരുഭൂമിയിലേക്ക് പോകുന്ന, കടന്നുപോയി ഓടിപ്പോയ ഹാഗറിന്റെ ചരിത്രം നമുക്കറിയില്ലേ പ്രിയരെ? അബ്രഹാമും ഹല്ലേലൂയ സാറയും കൂടെ ഹാഗറിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക. എന്നാൽ ഹല്ലേലൂയ നമുക്കറിയാം, മരുഭൂമിയിൽ ചെന്നപ്പോൾ ഹാഗറിന്റെ നിലവിളി, പ്രൈസ് ദി ലോർഡ്, കുട്ടിയുടെ മരണം കാണുവാൻ കഴിയാതെ ഹാഗർ കുട്ടിയെ ഒരു ഭാഗത്ത് കൊണ്ട് കിടത്തിയിട്ട് താൻ ഹല്ലേലൂയ ഹാഗർ നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിക്കുക. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരവും വെള്ളവും എല്ലാം തീർന്നു, എല്ലാം സകലതും തീർന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ എന്തവൾക്ക് ലഭിക്കാനാ? എന്നാൽ അവൾ ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. ഹാഗറിനെ വിളിച്ചില്ലേ? ദൈവമക്കളെ, ഹാഗറിനെ വിളിക്കുന്നു. ഹാഗരേ, നീ കരയുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുട്ടി കിടക്കുന്നിടത്ത് ഒരു നീരുറവ ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഹല്ലേലൂയ ദൈവമക്കളെ അവിടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. ഇങ്ങനെയാ ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രതികൂലങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രതികൂലങ്ങളിൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പിന്നെയും നാം വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ഇതെല്ലാം വിവരിക്കാൻ എനിക്ക് സമയമില്ല. ആകയാൽ ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരികയാണ്. ദൈവമക്കളെ, ഇയ്യോബിന്റെ ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. ഇയ്യോബിന് ഉണ്ടായിരുന്ന സകല ആസ്തികളും സകലതും നഷ്ടപ്പെട്ടു. അവസാനം എന്തിനേറെ പറയണം, തൻ്റെ സ്വത്ത് സുഖങ്ങൾ, അതുപോലെ ആടുമാടുകൾ, അതിൻ്റെ കുഞ്ഞുങ്ങളടക്കം സകലതും നഷ്ടപ്പെട്ടില്ലേ? ഹല്ലേലൂയ. അവസാനം ഇയ്യോബിന്റെ ഭാര്യ പറയുക, ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ നീ അങ്ങ് തള്ളിപ്പറയുന്ന. നോക്കണമേ ദൈവമക്കളെ, ഇത്രമാത്രം വെറുത്തു പോയി ജീവിതത്തെ. എന്നാൽ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു എന്ന, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു എന്ന അവളോട് പറഞ്ഞിട്ട് ഇയ്യോബ് എന്താണ് പറഞ്ഞത്? എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എൻ്റെ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, ഇയ്യോബിന്റെ ഏറിയ പ്രത്യാശ അതായിരുന്നു, ഇയ്യോബിന്റെ നിശ്ചയമതായിരുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രതികൂലങ്ങളിൽ തളരുവാനല്ല ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അടുത്തായിട്ട് മറ്റൊരു പോയിന്റിലൂടെ നാം കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹന്ന പ്രതികൂലങ്ങളിൽ തളർന്നില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹന്ന പ്രതികൂലങ്ങളിൽ തളർന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, ഇങ്ങനെ ഒരു വാക്യം ഇവിടെ കാണുവാൻ കഴിയുന്നു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഏലിയാവ് ജീവനും കൊണ്ട് ഓടുന്ന ഒരു ഭാഗമാണ്. ഏലിയാവ് ജീവനും കൊണ്ട് ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, ഹല്ലേലൂയ. എന്താണ് ഏലിയാവ് ഇങ്ങനെ ഓടുവാനായിട്ടുള്ള കാരണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ മക്കളെ, ഏലിയാവ് ഓടിയത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആഹാബ് ഇസബേലിൽ ഇങ്ങനെ, ഈ ആഹാബിനെ കുറിച്ച്, ഇസബേലിനെ കുറിച്ച് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഏലിയാവ് ചെയ്തൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ പറയുകയാ, ഇങ്ങനെയാണ് പറഞ്ഞത്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ
അവർ എന്നോട് ഹല്ലേലൂയ എനിക്ക് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇസബേലും ആഹാബും അവനെ കൊല്ലും എന്നുള്ള ആ ഭയം അവന് വന്നപ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ്? ഏലിയാവ് ഭയന്ന് ഓടുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് ഭയന്ന് ഓടുകയാണ് ചെയ്തത്. ദൈവമക്കളെ പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നിട്ട് ബെർശബ മരുഭൂമിയിലേക്ക് ചെന്ന് താൻ തകർന്ന് പോയൊരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി ഇരുന്നു കൊണ്ട് താൻ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ ദൈവമേ എനിക്ക് അങ്ങ് ചത്താൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ ജീവനെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു എന്ന. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, എത്രയോ നാളുകൾ, എത്രയോ രാത്രിയുടെ ദിനങ്ങൾ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ പല പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം നിങ്ങളോട് ഇടപെടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് നീ ചിന്തിച്ചാൽ പ്രൈസ് ദി ലോർഡ് ദൈവം നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. അത് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ ഈ ചൂരച്ചെടി ചുവട്ടിലിരുന്നു കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവദൂതൻ ഇറങ്ങി വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചോ, ഏലിയാവേ നീ എന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിന്നെ ഉറങ്ങി ആശ്വസിക്കാനുള്ള മനുഷ്യനല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ ഏലിയാവിനോട് പറയാം, നിനക്ക് എത്രയോ ശുശ്രൂഷകൾ ഇനി ബാക്കിയുണ്ട്, ആകയാൽ ഹല്ലേലൂയ നീ ഉറങ്ങുവാനുള്ള മനുഷ്യനല്ല എന്ന് പറഞ്ഞ ഹല്ലേലൂയ ദൈവത്തിന് ദൂതൻ ഉത്സാഹിപ്പിക്കുക, അവനെ ഭക്ഷിക്കുവാനും ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. എന്നാൽ ദൈവമക്കളെ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഈ ഏലിയാവ് പ്രൈസ് ദി ലോർഡ് നോക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ഹോരോവോളം നടന്നു പോകുവാൻ ഉണ്ട്, നിനക്ക് യാത്രയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഈ ഏലിയാവിനെ മരണം കൂടാതെ ദൈവം എടുത്തുകൊള്ളപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ വൈതലേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നിന്ദകൾ, അപമാനങ്ങൾ എന്ത് വേണേലും വരട്ടെ, എന്നാൽ ഇതിനൊക്കെ തരണം ചെയ്യുവാൻ സ്വർഗത്തിലെ കൃപ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം പലപ്പോഴും ചെങ്കടലിന്റെ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ, ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. അവിടെ ചെങ്കടൽ, പുറകിലേക്ക് നോക്കിയാൽ ഫറവോനും സൈന്യവും നാല് സൈഡിലും പാറക്കെട്ടുകളും പർവ്വതങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ ഇസ്രായേൽ മക്കൾ മോശയോട് നിലവിളിച്ചു, മോശയേ നാം ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ മോശ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മോശയോട് ദൈവത്തിന്റെ അരുളപ്പാട്, മോശയെ നീ എന്തിനു ഭാരപ്പെടണം, നിന്റെ കയ്യിലൊരു വടിയില്ലേ? പലപ്പോഴും ദൈവ പൈതലേ, ദൈവത്തിന്റെ സാന്നിധ്യം നീ അറിയാതെ ദൈവത്തെ മറന്നിട്ട് നീ നിന്റെ വഴികളിൽ പോകുമ്പോഴാണ് ഹല്ലേലൂയ പലപ്പോഴും നിനക്ക് നിന്റെ ജീവിതം പരാജയത്തിൽ എത്തുന്നെന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ മോശയോട് ദൈവം പറയുക, നിന്റെ കയ്യിലൊരു വടിയില്ലേ? ആ വടി പോരെ നിനക്ക് നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും രക്ഷപ്പെടുവാൻ. ആകയാൽ നിന്റെ വടിയെടുത്ത് നീ ഒന്ന് ഉപയോഗിച്ചേ എന്ന് പറയുക. ഹല്ലേലൂയ. ദൈവമക്കളെ ചെങ്കടലിന്റെ നേരെ നീട്ടി ഹല്ലേലൂയ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുന്നത് ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവവൈതലേ, പലപ്പോഴും ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ദൈവ പൈതലേ, ഹല്ലേലൂയ, എനിക്കാരും ആശ്രയിപ്പാനില്ല, എനിക്കാരുടെയും സഹായമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, മുമ്പോട്ട് എൻ്റെ ജീവിതം പോവുകയില്ല, തകർന്നു, ഞാനിനി ജീവിക്കുന്ന എന്തിനു വേണ്ടിയാ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ അധൈര്യത്തോടെ ഹല്ലേലൂയ നിരാശയോടെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണമേ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചവനായി ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നാം നിലവിളിച്ചാൽ, നാം പ്രാർത്ഥിച്ചാൽ, നാം യാചിച്ചാൽ, നാം കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ ഹല്ലേലൂയ അതിന് ദൈവം തക്കതായ മറുപടിയുമായി കടന്നു വരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, അതുപോലെ തന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നാം പിന്നെയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അത് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. ഞാനൊരു മറ്റൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ 30 മുതൽ വായിക്കുമ്പോൾ, യിഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു, പറഞ്ഞത്, നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും എന്നാണ് പറഞ്ഞത്. യിഫ്താഹ് ദൈവത്തോട് പറഞ്ഞൊരു വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. നടന്നത് എന്താണ് ദൈവമക്കളെ? 34 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നാൽ യിഫ്താഹ് മിസ്പയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ
അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു. അവൻ ഏകപുത്രിയായിരുന്നു. അവളല്ലാതെ അവന് മകനുമില്ല, മകളുമില്ല. അവളെ കണ്ടയുടനെ അവൻ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ എന്നാണ് പറഞ്ഞത്. നോക്കണമേ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യിഫ്താഹ് അമ്മോന്യരുമായിട്ടുള്ള ആ യുദ്ധം കഴിച്ച് വരുമ്പോൾ, താൻ വിജയത്തോടെ എത്തി വീട്ടിലേക്ക് വരുമ്പോൾ, ഭവനത്തിൽ എത്തുമ്പോൾ തനിക്ക് നേരായി വരുന്നത് എന്തായിരുന്നാലും അത് ദൈവത്തിനുള്ളതെന്ന് താൻ പറഞ്ഞിരുന്നു, ദൈവത്തോട് പറഞ്ഞ വാക്ക. എന്നാൽ യിഫ്താഹ് യുദ്ധമെല്ലാം കഴിഞ്ഞ് ഭവനത്തിൽ എത്തുമ്പോൾ കണ്ട കാര്യം എന്താണ്? തനിക്കുണ്ടായിരുന്ന ഏക പുത്രി, വേറെ മക്കളില്ല, ഒറ്റ മകളാണ്. എന്നാൽ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ തന്നെ വരവേൽക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു ഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. താനാകെ തകർന്നു പോയി. ദൈവമക്കളെ, തൻ്റെ വസ്ത്രം വലിച്ചു കീറി, ഹല്ലേലൂയ, താൻ പറയുക, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ മകളെ എന്നാണ് പറഞ്ഞത്. ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞുവെങ്കിലും ഈ മകൾ, ഹല്ലേലൂയ, അപ്പൻ്റെ വാക്ക് അനുസരിക്കുന്ന മകളായിരുന്നു. മകൾ ഇത് കേട്ടിട്ട് അപ്പനോട് പറയുക, അപ്പാ കുഴപ്പമില്ല, അപ്പനൊരു കാര്യം എനിക്ക് ഒരു 2 മാസത്തെ ടൈം തന്നാൽ മതി. എൻ്റെ തോഴിമാരോടൊക്കെ ഞാൻ പോയി എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവരെയൊക്കെ കണ്ടിട്ട് സമാധാനപ്പെടുത്തി ഞാനിങ്ങനെ വരാം. എന്നിട്ട് അപ്പൻ ദൈവത്തോട് പറഞ്ഞ ആ നേർച്ച അപ്പൻ പാലിക്കണമെന്ന് പറയുന്നു. ഇവിടെ യിഫ്താഹ് യാഗം കഴിക്കുന്നതായിട്ട് തൻ്റെ മകളെ യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവവൈതലേ, ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാക്കണം. അല്ലാതെ ഹല്ലേലൂയ ചാടിക്കേറി ഞാൻ അത് തന്നേക്കാം, ഇത് തന്നേക്കാം, ഞാൻ അങ്ങനെ കൊടുത്തേക്കാം, ഇങ്ങനെ കൊടുത്തേക്കാം, ഞാൻ ദൈവത്തിന് വേണ്ടി ആ നേർച്ച കഴിക്കാം, ഈ നേർച്ച കഴിക്കാം, നിങ്ങളെ ആരും നിർബന്ധിക്കത്തില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം അനന്യാസും സഫീറയും അവരുടെ വകകളൊക്കെ വിൽക്കുന്നതിന് മുമ്പ് അവരുടെ ആയിരുന്നു, വിറ്റുകൊണ്ടിരുന്നപ്പോഴും അവരുടെ ആയിരുന്നു. എന്നാൽ അവരോട് ആരും പറഞ്ഞില്ല പത്രോസിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ. എന്നാൽ പരിശുദ്ധാത്മാവിനെ നേരെ വ്യാജം പറഞ്ഞപ്പോൾ മരണം സംഭവിക്കുകയുണ്ടായി. ഇവിടെയും ഞാൻ അത് തന്നെയാണ് പറയാൻ വരുന്നത്. ദൈവമക്കളെ, ജനുവരി മാസം മുതൽ ഇപ്പോൾ വരെയിലും ഹല്ലേലൂയ ദൈവമക്കളെ, എത്രയോ നേർച്ചകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവമേ ഞാൻ അത് ചെയ്തേക്കാം, ഞാൻ അങ്ങനെ ചെയ്തേക്കാം, ഇങ്ങനെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് എത്ര കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ മറന്നു പോയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വിട്ടുപോയെങ്കിൽ ഇന്ന് തന്നെ അത് നിവർത്തീകരിക്കുവാൻ ഒരുങ്ങി വരണമേ എന്ന ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ, നേർച്ച പാലിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്ന കാര്യം കൃത്യമായും ചെയ്തു തീർക്കണം. അത് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് ആരും പറയരുത്. പറഞ്ഞാൽ അതിൻ്റെ പിന്നത്തെ നമുക്ക് അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു വിധത്തിലാണ്. അതുകൊണ്ട് ദൈവത്തോട് മാത്രം ചാടിക്കറി ഒരു കാര്യം പറയരുത്. ദൈവദാസന്മാർക്ക് കൊടുത്താലും ശരി, ദൈവദാസിമാർക്ക് കൊടുത്താലും ശരി, ആർക്ക് കൊടുത്താലും ശരി, കൊടുക്കുന്ന വിഷയത്തിൽ പറഞ്ഞാൽ അത് പാലിക്കണം. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടിപ്പോയേക്കരുത്. ദൈവമക്കളെ, ഹല്ലേലൂയ, കാരണം ഇവിടെ ഹല്ലേലൂയ നമുക്കറിയാം യിഫ്താഹ് ദൈവത്തോട് നേർച്ച പറഞ്ഞു. പക്ഷേ ഈ യിഫ്താഹ് തൻ്റെ മകളെ യാഗം കഴിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ വായിച്ച ഭാഗത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഇവിടെ നമുക്ക് വായിച്ചത് 1 ശമൂവേലിന്റെ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഇങ്ങനെയാണ് വായിച്ചത്: സൈന്യങ്ങളുടെ യഹോവ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അവൻ്റെ ജീവപര്യന്തം ഞാൻ ആലയത്തിന് തന്നുകൊള്ളാമെന്നാണ് ഹല്ലേലൂയ ഹന്ന പറഞ്ഞത്. നോക്കണമേ ദൈവമക്കളെ, ഹല്ലേലൂയ ഹന്ന ദൈവത്തോട് പറഞ്ഞത് തനിക്ക് ഹല്ലേലൂയ ദൈവം ഒരു പുരുഷ പ്രജയെ കൊടുക്കുക. ഹല്ലേലൂയ, അതാണ് ശമൂവേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ശമൂവേലിന്റെ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും 1-2 വാക്കുകളോട് പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ നമുക്കറിയാം ഈ ശമൂവേൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശമൂവേലിനെ മുലകുടി മാറുന്നത് വരെ 3 വയസ്സോളം ഹല്ലേലൂയ അവൾ വളർത്തി. അതിനുശേഷമായി ശമൂവേലിനെ കൊണ്ട് ആലയത്തിൽ ഹല്ലേലൂയ ഏലി പുരോഹിതന്റെ അരികിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ശമൂവേൽ നാളുകൾ കഴിഞ്ഞു, ബാലനോട് ഹല്ലേലൂയ ദൈവം രാത്രിയിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, യഹോവയായ ദൈവം ശമൂവേലേ എന്നാണ് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഓർത്തത് എന്താണ്? ഏലി പുരോഹിതനായിരിക്കും വിളിച്ചതെന്ന് വിചാരിച്ചു. രണ്ടാമതും വിളിച്ചു. രണ്ടാമത് വിളിക്കുമ്പോഴും ഹല്ലേലൂയ താൻ ചെന്ന ഹല്ലേലൂയ ഏലിയോട് പറയുക, എന്നെ വിളിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ഏലി പുരോഹിതന് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവം വിളിച്ചതല്ലാതെ മറ്റാരും വിളിച്ചതല്ല എന്ന്. ജീവിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിച്ചു കൊള്ളണമേ. ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേട്ടതെന്ന് ഏലി പുരോഹിതന് മനസ്സിലായി. താൻ
ബാലനോട് പറയുക, ശമൂവേലിനോട് പറയുക, ഇനിയും ഒരു മുറ നിനക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ നീ പറയണം, അടിയനിതാ, അടിയനെ പണിയണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, മൂന്നാമത് താൻ കിടന്നുറങ്ങി പൈതലിനെ മൂന്നാമത് പ്രാവശ്യവും ഹല്ലേലൂയ യഹോവയായ ദൈവം വിളിക്കുന്നു, ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ ശമൂവേൽ പറയുക, അടിയനിതാ, അടിയനെ പണിയണമേ എന്ന്. ജീവിക്കുന്ന ദൈവവൈതലേ, ശമൂവേൽ തൻ്റെ ശബ്ദത്തെ ദൈവത്തിന് സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ താൻ ചെയ്യുക, എൻ്റെ അടിയനിതാ, അടിയനെ പണിയണമേ എന്ന്. ഹല്ലേലൂയ ദൈവവൈതലേ. ഹല്ലേലൂയ. പിൽക്കാലത്ത് ശമൂവേൽ ഹല്ലേലൂയ ഒരു പ്രവാചകനായി മാറുവാൻ ഇടയായി തീർന്നു എന്നത് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ജീവിക്കുന്ന ദൈവവൈതലേ, നാം ചിന്തിച്ച വേദഭാഗങ്ങൾ, നാം ചിന്തിച്ച ആ ചിന്തകളിലൂടെ ഒരല്പ നിമിഷങ്ങളെ ഒന്ന് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. ഇവിടെ ഹന്നയെക്കുറിച്ച് നാം പഠിച്ചത് ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം ഹന്നയ്ക്കുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഹന്ന മനോവ്യസനത്തോട് പ്രാർത്ഥിച്ചു, മനസ്സുരുകി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് പ്രതികൂലങ്ങളിൽ ഹന്ന തളർന്നില്ല എന്നതാണ്. നാലാമതായിട്ട് ഹന്ന നേർച്ച പാലിക്കുന്ന ഒരു ഹന്നയെ കാണുവാൻ കഴിയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരനെ, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനുവരി മാസത്തിൽ മുതൽ ഇപ്പോൾ വരെയിലും നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അക്കാര്യങ്ങളെ ചെയ്തു തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹന്നയുടെ കണ്ണുനീരെ കണ്ട ദൈവം, ഹന്നയുടെ കരച്ചിൽ കേട്ട ദൈവം, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഹന്നയുടെ നേർച്ച ദൈവം അത് അംഗീകരിച്ചു. അവൾക്കൊരു പുരുഷ പ്രജയെ നൽകുവാനായിട്ടിടയായിത്തീർന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹന്നയെപ്പോലെ നിങ്ങൾക്ക് കരയുവാൻ കഴിയുമോ? ഹന്നയെപ്പോലെ നിങ്ങൾക്ക് നിലവിളിക്കുവാൻ കഴിയുമോ? ഹന്നയെപ്പോലെ നിങ്ങൾക്ക് നേർച്ച നേരുവാൻ കഴിയുമോ? ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ നിന്നയെ മാറ്റുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, 2020 ആണ്ടിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ എത്തിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം നമ്മെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്, ഇത്രത്തോളം നമ്മെ ശക്തീകരിച്ച ഒരു ദൈവമുണ്ട്, ഇത്രത്തോളം നമ്മെ ജീവനോടെ വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മുടെ സമശിഷ്ടങ്ങൾ അകാല മരണങ്ങൾക്കിരയായിക്കൊണ്ടിരുന്നപ്പോൾ, രോഗികളായി ഹല്ലേലൂയ രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി തളർന്നുപോയ അവസ്ഥയിൽ അവർ ആയിത്തീർന്നപ്പോൾ ദൈവം നമ്മെ ഇന്നും ഹല്ലേലൂയ കാത്തു സൂക്ഷിച്ചില്ലേ? ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ദൈവമക്കളെ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കാൽവറി ക്രൂശിലെ നമ്മളോടുള്ള സ്നേഹമാണത്. ആകയാൽ കർത്താവിൽ പ്രിയരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പുതിയ പ്രതിഷ്ഠകളും തീരുമാനങ്ങളും എടുത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പുതിയ മകനായി, പുതിയ മകളായി, കർത്താവിന് പിടിച്ച മകനായി, കർത്താവിന് ഇഷ്ടമുള്ള മകളായി, ദൈവഹിതം ചെയ്യുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് ഹല്ലേലൂയ എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കണ്ണുകളെ മൂടി ഹല്ലേലൂയ കണ്ണുകളെ അടച്ച് ഈ അടിയനോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்து சீக்கிரமாக வரப்போகிறார். ஆம் கர்த்தருக்குள் பிரியமானவர்களே, புதிய வருடம் நமக்கு ஆசீர்வாதமாக மாறட்டும். ஹல்லேலூயா. மகிழ்ச்சிகரமாக மாறட்டும். நிம்மதியும் சந்தோஷத்தையும் தேவன் நமக்கு தருவதாக என்று சொல்லி தேவனுடைய சமூகத்தில் ஹல்லேலூயா அர்ப்பணிக்கலாமா? கர்த்தர் வன் காரியங்களே, தேவன் பெரிய அற்புதமான காரியங்களை அவர் செய்ய போகிறார். ஹல்லேலூயா. நம்மே அவனுடைய சமூகத்தில் അർപ്പണിക്കലാമ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കേട്ടതായ ഈ വചനം പ്രതികൂലങ്ങളിലും വിടുവിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ ഒരു ദൈവം തുടർന്നു ഞങ്ങളെ വഴി നടത്തുവാൻ സർവശക്തരെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇത്രയും സമയം വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ കേൾവിക്കാരിലും വളരെ സന്തോഷമുണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിലും സമാധാനമുണ്ടാകട്ടെ കർത്താവേ. അവരുടെ ഹൃദയത്തിൽ ഇരുളടഞ്ഞു കിടന്ന അന്ധകാരം നിറഞ്ഞ ആ അനുഭവം മാറി ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമാധാനമുണ്ടാകട്ടെ കർത്താവേ. കേൾവിക്കാരെ കർത്താവ് ഒരുക്കിയതിനായി സ്തുതിക്കും. സകല നന്മകളാലും അപ്പച്ചൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. സകലത് ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ കേട്ടതായി ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള നിന്ദകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിനാൽ ഒരു ജീവിതം ഒരു സന്തോഷത്തോടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. പുതിയ വർഷം അവർ വലിയ
വലിയ സന്തോഷമുള്ള ഒരു വർഷമായി മാറട്ടെ. ആത്മീക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ ഈ കൃപകളും വരങ്ങളും തന്ന കർത്താവ് നമ്മളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് നിങ്ങളെല്ലാവരും വാഴ്ത്തി ഹല്ലേലൂയ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു പുതിയ വർഷം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരുകയാണ്, ആശംസിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.